ആമിർ ഖാൻ നായകനായ ലാൽ സിംഗ് ചഡ എന്ന സിനിമയിലെ ചില രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള ജഡായുപാറയിലാണ്. സിനിമ ഹിറ്റാകാതെ പോയത് സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്കൊരു നഷ്ടം തന്നെയാണ്. ഇല്ലെങ്കിൽ ജഡായുപാറയും പാൻ ഇന്ത്യൻ ആയനെ. അല്ലേലും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറ്റസിൽ കുറഞ്ഞ ഒന്നും ഇവിടെ അർഹിക്കുന്നില്ല. മലയാള ചലച്ചിത്ര മേഖലയെ ഓസ്കാർ നോമിനേഷനിലേക്ക് എത്തിച്ച ഗുരു എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനായ രാജീവ് അഞ്ചലാണ് ജഡായുപാറയുടെ ആശയാവിഷ്കാരം നടത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണിത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് 65 ഏക്കറിലാണ് ഈ പൗരാണിക ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. പൗരാണികം മാത്രമല്ല കേട്ടോ, ഒരു അഡ്വഞ്ചറസ് ആയ ഇക്കോ ടൂറിസം സ്പോട്ടാണ് ഇവിടെ. രാമായണത്തിൽ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ജഡായു രാവണനെ തടഞ്ഞതും തുടർന്ന് രാവണൻ ജഡായുവിനെ മുറിവേൽപ്പിച്ച് വീഴ്ത്തിയതും ഇവിടെയാണെന്നാണ് ഐതിഹ്യം. 200 അടി നീളത്തിൽ 150 അടി വീതിയിൽ 70 അടി ഉയരത്തിലാണ് ശില്പം തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്ക് പ്രതിമയ്ക്കുള്ളിലായി മ്യൂസിയവും ഒരു വിഷ്വൽ ഗാലറിയും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പൗരാണികമായ ജഡായുവിന്റെ കഥയുടെ ഓഡിയോ വിഷ്വൽ ഡെമോയും. 800 പടികൾ കയറി വേണം മുകളിലെത്താൻ. നമുക്ക് വേണമെങ്കിൽ ഒരു കേബിൾ കാർ യൂസ് ചെയ്യുകയും ആവാം. അഡ്വഞ്ചറസ് എന്ന് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. 20 ഏക്കർ നിറയെ അഡ്വഞ്ചർ സോണാണ്. റോക്ക് ക്ലൈംബിംഗ്, സിപ്പ് ലൈൻ, ആർച്ചറി, വാലി ക്രോസിംഗ് എന്നിങ്ങനെ നിരവധി പരിപാടികൾ ഇവിടെയുണ്ട്. ശില്പത്തിന്റെ മുകളിൽ നിന്ന് ചുറ്റുമുള്ള കുന്നുകളുടെയും താഴ്വാരകളുടെയും ബ്യൂട്ടിഫുൾ ആയ ദൃശ്യങ്ങൾ കാഴ്ചക്കാർക്ക് ഒരു വിഷ്വൽ എക്സ്ട്രാവേഗൻസിയാണ്. ഏത് പ്രായക്കാർക്കുമുള്ള ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. കുടുംബമായോ ക്ലബുകളായോ ഒക്കെ വന്ന് കമാൻഡോ, നെറ്റ് ക്ലൈംബിംഗ്, ബോൾഡറിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. ടീം ആക്ടിവിറ്റീസ് ആഡ് വൈബ് ടു ദി മൊമെന്റ്. ഇനി പ്രാണിക് ഹീലിംഗ്, ആയുർവേദിക് ട്രീറ്റ്മെന്റ്, യോഗ ആൻഡ് സിദ്ധ ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെയുണ്ട്. പ്രകൃതിയോടിണങ്ങിയ ഒരു മെന്റൽ ആൻഡ് ഫിസിക്കൽ റിലാക്സേഷന് ഏറ്റവും ബെസ്റ്റാണ് ഇവിടെ. കേരളത്തിന്റെ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ പൈതൃകത്തെ ആദരിക്കുന്ന എക്കോ ടൂറിസം പദ്ധതിയാണിത്. മഴവെള്ള സംഭരണം, ജൈവ കൃഷി, സൗരോർജ മാതൃകകൾ ഇവയുടെ എല്ലാം സമന്വയം നമുക്കിവിടെ കാണാം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 37 കിലോമീറ്റർ ഇങ്ങോട്ട്, ചടയമംഗലം സ്റ്റേഷനിൽ നിന്ന് 18 കിലോമീറ്റർ, കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിൽ നിന്ന് 14 കിലോമീറ്റർ. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടെ പ്രവൃത്തി സമയം. അപ്പൊ ഇന്നത്തെ കാഴ്ചകളും ചിന്തകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളും ചിന്തകളുമായി വരുന്നത് വരെ ഇറ്റ്സ് മീ ചിന്തോസ്കി സൈനിങ് ഓഫ്.